അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിലില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള 540 നമ്പർ ഹദീസ്, അത് കുറച്ചുകൂടി വിശദമായിട്ട് ആ സംഗതി പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ഹീന സാഗത്തി ഷംസ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നട്ടുച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് ഫസല്ല ളുഹുർ നമസ്കരിച്ചു. എന്നിട്ട് ഫഖാമ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗപീഠത്തിൽ കയറി. ഫദക്കറ സാഅത, എന്നിട്ട് അന്ത്യദിനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഫദക്കറ അന്ന ഫിഹാ ഉമൂറൻ നിളാമൻ, അവിടെ വളരെ ഗുരുതരമായ ഗൗരവപൂർവമായിട്ടുള്ള ചില സംഗതികളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തെര്യപ്പെടുത്തി. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫൽയസ്അൽ. ഇനി ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ സദസ്സിൽ അനുയായികളും ഉണ്ടാവും, അല്ലാത്തവരും ഒക്കെ ഉണ്ടാവാം. മുനാഫിക്കുകളടക്കം പലപ്പോഴും നബിയുടെ സദസ്സിലുണ്ടാവാറുണ്ട്. പക്ഷേ ഈ സദസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാവുന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തിട്ടുള്ളത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫൽയസ്അൽ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഫലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ അഖ്ബർതുക്കും മാ ദുംതു ഫീ മഖാമി ഹാദാ. ഞാൻ എൻ്റെ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോളം, ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് സമയം വരെയാണോ ആ സമയം വരെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സദസ്സിലുള്ള ആളുകൾക്ക് പലതും ചോദിക്കാനുള്ള സാഹൂതം അവർ മുമ്പോട്ട് വരും. അവരത് ആഗ്രഹിക്കണവരുണ്ടാവും. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ മുസ്തഫ പറയുന്നത് പോലെ ഇത് സഹാബിമാർ, ആ സദസ്സിൽ പങ്കെടുത്ത സഹാബിമാർക്ക് തങ്ങളുടെ പിതാക്കന്മാർ അറിയാത്തത് കൊണ്ട്, തന്താരാന്നറിയാത്തത് കൊണ്ടുണ്ടായിട്ടുള്ളൊരു സംഗതിയാണോ? അല്ലെങ്കിൽ അവരെ അവഹേളിക്കാൻ വേണ്ടി ബുഖാരി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹദീസാണോ ഇത്? അത് പരിശോധിച്ചാൽ ഈ റിപ്പോർട്ടിലും പറയുന്ന സംഗതി ഫഅക്സറന്നാസു ഫിൽ ബുക്കായി എന്നാണ്. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ വല്ലാതെ കരയാൻ തുടങ്ങി. ഫഅക്സറന്നാസു ഫിൽ ബുക്കായി, അവർ കരച്ചിൽ കരച്ചിൽ വർദ്ധിപ്പിച്ചു. അതെന്തിനായിരിക്കും? അത് രണ്ട് സംഗതിയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ സംബന്ധിച്ചാണ് വളരെ ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുള്ളത് എന്നത് ഒരു കാരണം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ സ്ഥാനത്തിരിക്കും നിൽക്കുമ്പോൾ ഞാനത് പറയുമെന്ന് പറയുന്ന ഈ പ്രയോഗം അത് അവർക്ക് അത്ര പന്തിയായി തോന്നിയിട്ടില്ല. അത് കാരണം മറ്റു റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്, അവർ വല്ലാതെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ചോദ്യത്തിൽ ഇങ്ങനെയായിട്ട് വിഷമിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നബിയുടെ നീരസം എന്ന് പറയുന്നത് സഹാബിമാർക്ക് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, തങ്ങളുടെ ജീവൻ പോലും നൽകാൻ സന്നദ്ധരായിട്ടുള്ള തങ്ങളുടെ നേതാവ്, നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ വെറുപ്പ്, അദ്ദേഹത്തിൻ്റെ കോപം അത് സഹിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടുകൂടി ആയിരിക്കണം അവർ കരഞ്ഞിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അവർ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മഹാഭൂരിപക്ഷം സഹാബിമാരും നബിയോട് ഈ ഘട്ടത്തിൽ ചോദ്യം ഉന്നയിക്കാൻ മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ്. അതായത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മുസ്തഫ പറയുന്നത് പോലെ നബിയെ
പിന്നെ സഹാബിമാർക്ക് തങ്ങളുടെ വാപ്പാരെ അല്ലെങ്കിൽ പിന്നെ തന്താരെ പോലും അറിയുമായിരുന്നില്ല, അല്ലെങ്കിൽ അവരെ വഷളാക്കാൻ വേണ്ടി ബുഖാരി എഴുതിയുണ്ടാക്കിയാണെന്നല്ല. ഒരു ഹദീസ് എന്നല്ല, ആര് പറഞ്ഞ വാക്യാണെങ്കിലും പ്രസ്താവമാണെങ്കിലും അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, അതിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ട് വേണ്ട ഒരു സംഗതിയെ കുറ്റപ്പെടുത്താൻ. ഇവിടെ യഥാർത്ഥത്തിൽ നടത്തുന്നത് നിരൂപണമല്ല, ഇത് തെറിപ്പാട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള ഈ സാഹചര്യത്തിൽ അക്സറ അൻ യഖൂല സലൂനി, നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചോദിച്ചോ. അപ്പോഴാണ് ഫഖാമ അബ്ദുല്ലാഹിബിൻ ഹുദാഫത്തു സഹ്മി, അബ്ദുല്ലാഹിബിൻ ഹുദാഫത്തു സഹ്മി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഫഖാല മൻ അബി, എൻ്റെ പിതാവ് ആരാണ്? ഖാല അബൂക ഹുദാഫ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ പിതാവ് ഹുദാഫയാണ്. സുമ്മ അക്സറായി യഖൂൽ, പിന്നെ നബി പറഞ്ഞു, സലൂനി, ചോദിക്കുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വേറൊരാൾ എഴുന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ വ്യാപാരാണെന്ന്. അപ്പോൾ നബി പറഞ്ഞു, അബൂക സാലിം മൗല ഷൈബ. ഈ വ്യാപാരെ സംബന്ധിച്ച് ചോദിച്ചത് ഈ രണ്ടാളെ ചോദിച്ചായിട്ട് ഹദീസിൽ എവിടെയും പറയുള്ളൂ. ഒന്നിൽ ആ രണ്ടാൾ ചോദിച്ചായിട്ട് തന്നെ എല്ലാ റിപ്പോർട്ടിലും ഇല്ല. ഒരാൾ അബ്ദുല്ലാഹിബിൻ ഹുദാഫ ചോദിച്ചതായിട്ട് മിക്കവാറും റിപ്പോർട്ടുള്ളൂ, ഒരു റിപ്പോർട്ടിൽ മറ്റതുമുണ്ട്. അപ്പോൾ ആകെ രണ്ടാൾ ഈ സംഗതി ചോദിച്ചു. അത് തന്നെ അബ്ദുല്ലാഹിബിൻ ഹുദാഫത്ത് ചോദിക്കാനുള്ള കാരണം മറ്റേ റിപ്പോർട്ട് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അയാളെ ജനങ്ങൾ മറ്റൊരാളോട് ചേർത്ത് വേറൊരാളെ പിതാവായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിളിക്കുമായിരുന്നു. ആ പ്രയാസം കൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ചിട്ടുള്ളത്. ഈ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ ആ സദസ്സിലുണ്ടായിരുന്നത്, അവിടെ നബിയുടെ പ്രധാന സഹാബിമാർ പലരും ഉണ്ട്. അതിന് ഉമർ ഇബ്നു ഖത്താബിൻ്റെ പേര് ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. ഇവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു സദസ്സിലുണ്ടാവുന്ന ആളുകൾ അവർ ചില ചോദ്യങ്ങൾ അത് അർത്ഥവത്താവാം, നിരർത്ഥകമാവാം, അവർക്ക് വ്യക്തിപരമായി അറിയേണ്ട സംഗതിയാവാം. ഇതൊക്കെ എടുത്തു വച്ചിട്ട് ഒരു ഹദീസിനെ, ആ ഹദീസ് പിന്നെ സഹാബികളെ വഷളാക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വാപ്പാരാണെന്ന് അറിയുമായിരുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ അത് കുറഞ്ഞ തൊലിക്കട്ടിയൊന്നും മതിയാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇത് നിരൂപണമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിരൂപണമല്ല, ഇത് തെറിപ്പാട്ടാണ്. ഇതല്ല നിരൂപണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ചോദ്യത്തെ സംബന്ധിച്ച് മാത്രം പറഞ്ഞ മുസ്തഫ ഈ ഹദീസ് പൂർണ്ണമായിട്ട് ഉദ്ധരിച്ചതിന് അർത്ഥം പറയുകയും അതിൻ്റെ സാഹചര്യം വിവരിക്കുകയും ചെയ്യില്ല? ഇത് തന്നെ തട്ടിപ്പാണ്. തൻ്റെ ചരക്ക് അതിലുള്ള എല്ലാം പറഞ്ഞാൽ ചരക്ക് പിന്നെ ചിലവാവില്ല എന്ന് കാണുന്നത് കൊണ്ട് തൻ്റെ ചരക്ക് ചിലവാക്കാൻ വേണ്ടി മാത്രമുള്ള ചില പൊടിക്കൈകളാണ് ഇവിടെ മുസ്തഫ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സർക്കസുകാർ ചെയ്യൽ, സർക്കസുകാർക്ക് പോലെ സർക്കസിൽ ആളെ കിട്ടണം, കാശും കിട്ടണം, അതിനു വേണ്ടി അവർ നടത്തുന്ന ചില പൊടിക്കൈകളുണ്ട്. ആ ഒരു പൊടിക്കൈയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ ഈ രംഗത്തൊക്കെ പിന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മുസ്തഫ ഇതിൽ ആത്മാർത്ഥത ഉള്ളത് കൊണ്ടോ ഹദീസ് പോയിട്ട് ഖുർആൻ തന്നെ നിലനിൽക്കണമെന്ന് മുസ്തഫക്ക് താല്പര്യമുണ്ടെങ്കിൽ ഖുർആനിൽ തൻ്റെ പിന്നെന്താണ് അകമ്പൊരുളിൽ എത്ര ഭീമമായിട്ടുള്ള അബദ്ധങ്ങളാണ് ആ മനുഷ്യൻ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആനിൽ ഹദീസിനെ മാത്രമല്ല ഖുർആനെ പോലും അവമതിക്കുകയും അതിനെ വഷളായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്തഫ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അല്ല മുസ്തഫക്ക് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുള്ളതുകൊണ്ടല്ല. മുസ്തഫ ഇവിടെ നടത്തുന്നത് ഹദീസിൻ്റെ നിരൂപണമല്ല, അത് തെറി പറച്ചിലാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഈ സാഹചര്യം ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല, അള്ളാഹുവിനെ റബ്ബായും ദീനിനെ ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഉരിളത്ത് അലയ്യ അൽ ജന്നത്തു വന്നാറു ആനിഫൻ. ഈ തൊട്ടടുത്ത സമയത്ത് എൻ്റെ മുമ്പിൽ സ്വർഗനരകങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു.
അത് മുസ്തഫ വിശ്വസിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ നബിക്ക് അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല ഏത് പ്രവാചകനും ചിലപ്പോൾ അള്ളാഹു തആല അങ്ങനെയുള്ള സംഗതികൾ വെളിപ്പെടുത്തി കൊടുക്കും. അത് അവർക്കേ കാണാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ സ്വർഗ്ഗനരകങ്ങൾ കാണിക്കപ്പെട്ടു എന്നിട്ട് നബി പറയുന്നുണ്ട്, ഇതുപോലുള്ള വളരെ പ്രയാസം നിറഞ്ഞൊരു ദിവസം ഞാൻ ഇതിന് മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് വരെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെയാണ് മുസ്തഫ തള്ളപ്പെടേണ്ട, അല്ലെങ്കിൽ ബുഖാരി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹദീസ് എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത്. അപ്പോൾ ആരെ തള്ളണം കൊള്ളണം എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഏതൊരു പ്രസ്താവത്തെയും അതിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അതിന് പിന്നെ എന്തോ വ്യാഖ്യാനിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളതെന്ന് അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ.